എന്തിനാ ഇത് കറുത്ത കണ്ണാടിയൊക്കെ ആയിട്ട്? ലൈഫ് മൊത്തത്തിൽ ഡാർക്കാടാ. എന്നിട്ട് പോയി സെറ്റ് ആവണില്ല അങ്ങോട്ട്. കാര്യങ്ങളൊന്നും ഒരു നടപടിയാണില്ല. പൈസയും ഇല്ല, പെട്രോളിന്റെ വിലയും കൂടുന്നു. നിനക്ക് ഇപ്പാണ് നേരം വെളുത്തത്. പെട്രോളിന്റെ വില എന്നേ കൂടിയത്. എന്റെ പൊന്നടാ, നാട്ടിൽ തന്നെ പിടിച്ചിരിക്കാൻ ഒരുപാട് നോക്കിയതാ, നടക്കണ്ടേ? ഇപ്പൊ പെട്രോളാണ് നിന്റെ പ്രശ്നം. ഇനി ഒരു കാര്യം ചെയ്യും, ഇലക്ട്രിക് വണ്ടി ഇട്. ഇലക്ട്രിക്കിന്റെ വിലയും കൂടുന്നുണ്ട്. ഇപ്പൊ നാട് വിടാൻ തന്നെയാണോ നിന്റെ പ്ലാൻ? ഇപ്പൊ എങ്ങോട്ടാ? ഗൾഫിൽ പോണോളിയാ. അവിടെ ആകുമ്പോൾ പെട്രോളിന്റെ വില കുറവായിരിക്കും. അവിടെയെങ്കിലും പെട്രോളിന്റെ വില കുറവായിരുന്നാൽ മതിയായിരുന്നു. എടേ നീ കാണാമെന്ന കാര്യം പറയടേ. എടാ, നിന്നെ ഈ ആയുർവേദ ഡോക്ടർമാരെ പാക്ക് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാർക്ക് ഗൾഫിൽ പോണ എന്താ പരീക്ഷയുടെ പരിപാടിയില്ലേ? ഓ ഇതായിരുന്നാ? അതിനെപ്പറ്റി വല്ലതും അറിയാമോ? സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ സഹായം, എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വെക്കണേ. നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലുമായിട്ട് എൻ്റെ യാത്ര മുന്നോട്ട് സാധ്യമാകത്തുള്ളൂ. സോ എങ്ങനെയാണ് ഈ യാത്ര? ഒറ്റയ്ക്കുള്ളതല്ല, ഒരുമിച്ചുള്ളതാണ്. സോ കൂടെ എത്തുക, കൂട്ടിനെത്തുക. ഹായ്, ദിസ് ഈസ് ഡോക്ടർ ഗണേഷ് ആൻഡ് ദിസ് ഈസ് മൈ ഇൻഫോർടൈൻമെന്റ്. സോ പറഞ്ഞു വന്നത് അങ്ങ് ദുബായിലേക്ക് പറന്നു പോകുന്ന കാര്യമാണല്ലേ. കേരളത്തിൽ നിന്ന് ഡിഗ്രിയും വാങ്ങി TCMC രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്ത ആയുർവേദ ഡോക്ടർമാർക്കും തെറാപ്പിസ്റ്റുകൾക്കും എല്ലാം പുറത്ത് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സോ അതിനു വേണ്ടിയിട്ടുള്ള പ്രധാന കടമ്പയായ MOH എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. MOH പരീക്ഷ എന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എക്സാം എന്നതിന്റെ ചുരുക്കെഴുത്താണ്. UAE ആരോഗ്യ മന്ത്രാലയമാണ് ഈ പരീക്ഷ നടത്തുന്നത്. MOH പരീക്ഷയിൽ വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ദുബായും അബുദാബിയും ഒഴികെയുള്ള 5 എമിറേറ്റ്സുകളിൽ അജ്മാൻ, റാസൽ ഖൈമ, ഷാർജ, ഫുജൈറ, പിന്നെ ഏതാണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടങ്ങളിലെല്ലാം ജോലി ചെയ്യാൻ യോഗ്യത ലഭിക്കും. UAE ആരോഗ്യ മന്ത്രാലയമാണ് പരീക്ഷ നടത്തുന്നത്. UAE-യിലുടനീളമുള്ള വിവിധ ഹെൽത്ത് കെയർ സെന്ററുകളിൽ ജോലി ചെയ്യുന്നതിനായി ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിനായിട്ടുള്ള ഒരു മെഡിക്കൽ ലൈസൻസ് പരീക്ഷയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ എക്സാം എഴുതുന്നതിനായിട്ടുള്ള ഒരു പ്രധാന യോഗ്യത എന്തെന്നാൽ BAMS കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് 2 വർഷക്കാലമുള്ള എക്സ്പീരിയൻസ് ആണ്. ഇതിനകത്ത് ഒരിക്കലും ഹൗസ് സർജൻസി ഉൾക്കൊള്ളില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങൾ സീനിയർ ഹൗസ് സർജൻസി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്തൊരു എക്സ്പീരിയൻസ് ആയി കണക്കാക്കും. ഇനി അതിലും UAE നാഷണാലിറ്റി ഉള്ള ഏതെങ്കിലും ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ ഈ 2 വർഷത്തെ പ്രവൃത്തി പരിചയ വ്യവസ്ഥയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ അവർക്ക് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇന്റേൺഷിപ്പ് മാത്രം മതിയാകും. ബാക്കിയുള്ള എല്ലാ ആയുർവേദ ഡോക്ടർമാർക്കും മുമ്പ് പറഞ്ഞതുപോലെ 2 വർഷത്തെ മുൻകാല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതിൽ ഇന്റേൺഷിപ്പ് ഒരിക്കലും ഉൾപ്പെടുത്തില്ല എന്ന് പ്രത്യേകം ഓർക്കുക. പക്ഷെ മറുവശത്ത് സീനിയർ ഹൗസ് സർജൻസി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ ഒരു വർഷം സീനിയർ ഹൗസ് സർജൻസി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീടുള്ള 1 വർഷം ഏതെങ്കിലും ആയുർവേദ പ്രൈവറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മതിയാകും. അവിടെയും സ്വന്തമായിട്ട് ഏജൻസി നടത്തിയ എക്സ്പീരിയൻസ് ഒന്നും മതിയാകത്തില്ല. സോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള പ്രവൃത്തി പരിചയം വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നെ ഇതിനായി വേണ്ടിവരും. ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടത് ഡേറ്റ ഫ്ലോയുടെ സമയത്താണ്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റും മറ്റും വിദേശത്തേക്ക് പോകുന്നതിന് ഒരു 3 മാസമെങ്കിലും മുന്നോടിയായിട്ട് UAE അധികാരികളെ അറിയിക്കാൻ അവരുടെ അനുമതികൾ വാങ്ങിക്കുന്നതിനായി ഈ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഈ ഡേറ്റ ഫ്ലോ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡോക്ടറുടെ നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തേക്കാം. ഈ ഡേറ്റ ഫ്ലോ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്ന കാര്യം ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. സോ ഇത് കൃത്യമായി ചെയ്യുക. ഡേറ്റ ഫ്ലോയുടെ സമയം നിങ്ങൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇനി പറയുന്നവയാണ്. നിങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ, അതിൽ തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ BAMS ഡിഗ്രി സർട്ടിഫിക്കറ്റ്, TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, BLS സർട്ടിഫിക്കറ്റ് അഥവാ ബേസിക് ലൈഫ് സപ്പോർട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. ഈ BLS കോഴ്സ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായി പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് എഡ്യൂക്കേഷണൽ വെഞ്ചർ ആയിട്ടുള്ള കാർഡിയാക് എഡുവിന്റെ വീഡിയോ ഞാൻ മുമ്പ് കവർ ചെയ്തിട്ടുള്ളതാണ്. ഈ കാർഡിയാക് എഡുവിന്റെ കോൺടാക്ട് ഞാൻ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ് 777 എന്ന കോഡ് കൂടി ഉപയോഗപ്പെടുത്തിയാൽ ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സും പൂർത്തിയാക്കാം. സോ ഈ BLS സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, TCMCയിൽ നിന്നും തരുന്ന ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിനു വേണ്ട അപേക്ഷ TCMCയിൽ തന്നെ നേരിട്ട് നൽകുക. ഇനി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, MOH പാസ്സാകാൻ നിങ്ങൾക്ക് അടിസ്ഥാനമായി ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സ്കിൽ, നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പിടിപാടുണ്ടായിരിക്കണം എന്നതാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച പ്രാവീണ്യമുള്ളവർക്ക് മാത്രമേ ഈ എക്സാം വളരെ എഫക്റ്റീവായി അറ്റൻഡ് ചെയ്യാനും വൈവേയിൽ നന്നായി പെർഫോം ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ അതിനുവേണ്ട സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സ്പോക്കൺ ഇംഗ്ലീഷ് ആരെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല.
സോ ഈ ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ ആദ്യം തപ്പിപ്പോയത് ഈ MOHൽ ആയുർവേദ ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും എല്ലാം കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനത്തെയാണ്. കേരളത്തിൽ MOHന് കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിലും ആയുർവേദ ഡോക്ടേഴ്സിനും ആയുർവേദ തെറാപ്പിസ്റ്റുകൾക്കും അത്തരം കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങൾ വളരെ വിരളമാണ്. പിന്നെ തപ്പി അവസാനം ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു സീനിയർ ഡോക്ടറിൽ നിന്ന് കിട്ടിയ കോൺടാക്റ്റാണ് ഡോക്ടർ മെർലിൻ ഡോക്ടറും തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. മെർലിൻ ഡോക്ടർ ഇപ്പോഴും UAEയിലാണെന്നും ഇങ്ങനെ MOH പാസ്സായതിനു ശേഷമാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിച്ചു. സോ അങ്ങനെ ചേച്ചിയെ കോൺടാക്ട് ചെയ്ത് ചേച്ചിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ വീഡിയോ കൂടുതലായും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ ആയുർവേദ ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള MOH എക്സാം താരതമ്യേന എളുപ്പമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും സിലബസും ആധാരമാക്കി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂഷൻ മെർലിൻ ചേച്ചി നൽകുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുപോലെ ഡേറ്റ ഫ്ലോ ഞാൻ മറന്നിട്ടില്ല, വീഡിയോയുടെ അവസാനം തന്നെ ആഡ് ചെയ്തേക്കാം. ഇനി ഈ MOH പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം. MOH പരീക്ഷ ആദ്യം ഒരു എഴുത്ത് പരീക്ഷയാണ്. അത് പാസ്സാകുന്നവർക്ക് വൈവ് അറ്റൻഡ് ചെയ്യാം. ഇതിനുവേണ്ടി ആദ്യമേ ഓടിയങ്ങ് GCC പോകേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൽ ഇരുന്നതിന് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ട്യൂഷനൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോയിലൂടെ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അവരതൊക്കെ എക്സാമിൻ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം വേറെ നൂലാമാല ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് GCCയിലേക്ക് പോകുന്ന കാര്യം ചിന്തിച്ചാൽ മതിയാകും. ഇനി MOH പരീക്ഷ കൂടി ഇവിടെ ഇരുന്ന് എഴുതിയാൽ പോരെ എന്ന് ചോദിക്കരുത്. അത് നടക്കുന്ന പരിപാടിയല്ല. കേരളത്തിൽ ഇരുന്ന് ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നിലവിൽ പറ്റത്തില്ല. അതത് രാജ്യങ്ങളിൽ ചെന്ന് അവിടങ്ങളിൽ അനുവദിച്ചിട്ടുള്ള സെന്ററുകളിൽ ചെന്ന് ഓഫ്ലൈനായി തന്നെ എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. എഴുത്ത് പരീക്ഷ പാസ്സായാൽ 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വൈവേയും അറ്റൻഡ് ചെയ്യാം. ഇതാണ് പൊതുവായ രീതി. അപ്പോൾ ഈ എക്സാം ഒക്കെ എഴുതി പാസ്സായി നിങ്ങൾ MOH സർട്ടിഫൈഡ് ആയി ഇനി പുറത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതും GCCയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി നമുക്ക് നമ്മുടെ എല്ലാ മരുന്നുകളും അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും രസൌഷധങ്ങളുടെ എല്ലാം ഉപയോഗം GCCയിലും മറ്റും വളരെ റെസ്ട്രിക്റ്റഡ് തന്നെയാണ്. ഇനി MOH പോലെ തന്നെ ദുബായ് ഹെൽത്ത് അതോറിറ്റി നടത്തുന്ന എക്സാമാണ് DHA. ദുബായിൽ പ്രാക്ടീസ് ചെയ്യാൻ MOH അല്ല ആവശ്യം, ഈ DHA ആണ്. നിലവിൽ DHAയിൽ പരീക്ഷയായിട്ടില്ല, റിട്ടൺ എക്സാം ആയിട്ടില്ല. ഉടനെ ഒരു സെപ്റ്റംബറോട് അടുപ്പിച്ച് റിട്ടൺ എക്സാം തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ DHAയിൽ വൈവേ മാത്രമേ ഉള്ളൂ. ഇനി ഈ MOHും DHAയും മാറ്റി വെച്ചാൽ ഇവ രണ്ടും ഇല്ലാതെയും ഒരുപാട് ആയുർവേദ ഡോക്ടർമാർ UAEയിലും മറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ അവരുടെ പാസ്പോർട്ടിലും മറ്റും ഡോക്ടർ എന്നായിരിക്കില്ല പലപ്പോഴും മാർക്ക് ചെയ്യുക. പലപ്പോഴും ഈ സ്പാകളുടെയും ക്ലിനിക്കുകളുടെയും റിട്രീറ്റുകളുടെയും എല്ലാം സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ എന്ന നിലയിലായിരിക്കും ഇവരുടെ ജോലി. പലരും ഇത്തരത്തിൽ ജോലി കയറിയതിനു ശേഷം അവിടെ നിന്ന് MOH എഴുതി ക്ലിയർ ചെയ്യാറാണ് പതിവ്. അതായത് ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാകാനും ലോങ് റണ്ണിൽ എന്തുകൊണ്ടും MOH ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങളുടെ ഒരു ആയുർവേദ സുഹൃത്തിനും ഒരു തെറാപ്പിസ്റ്റിനും ഒരു ഡോക്ടറിനും ഷെയർ ചെയ്യുക. അതുപോലെ GCCയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വിവരങ്ങൾ ദയവായി കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. അതിനൊപ്പം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നിനക്ക് നാട് വിടാൻ പ്ലാൻ ഒന്നും ഇല്ലേടി? നാട്ടിൽ തന്നെ നിൽക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടേ.